മാസ്റ്റർ പ്ലാൻ 1991 ഈ ഇംപ്ലിമെന്റ് ചെയ്തത്. അത് ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ കളമശ്ശേരി, അതുപോലെ തന്നെ തൃക്കാക്കര, ഏലൂർ, അതുപോലെ തന്നെ തൃപ്പൂണിത്തറ, മരട് നഗരസഭ ഈ അന്ന് ഈ 91 കൊച്ചിൻ സിറ്റി സ്ട്രക്ചർ പ്ലാൻ രൂപീകരിക്കുമ്പോൾ ഈ പറയുന്ന എല്ലാം തൃപ്പൂണിത്തറ ഒഴിച്ച് ബാക്കിയെല്ലാം പഞ്ചായത്തുകളായിരുന്നു. കളമശ്ശേരി പഞ്ചായത്തായിരുന്നു. കാരണം 91 പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ 89 ഇതിൻ്റെ പ്രോസസ്സിങ് ആരംഭിക്കുമ്പോഴാണ് 91 പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ടൗൺ പ്ലാനിങ് സ്കീം DTPC ഡീറ്റെയിൽ ടൗൺ പ്ലാനിങ് സ്കീം നടപ്പാക്കുന്നത് 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ നടക്കുന്ന പ്രക്രിയയല്ല. കുറഞ്ഞത് ഒരു 2-3 വർഷം എടുക്കുന്ന പ്രക്രിയയാണ് DTP സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ടൗൺ പ്ലാൻ സ്കീം നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായും പല തട്ടുകളിലുള്ള ആളുകളുടെ അഭിപ്രായങ്ങളും ഒപ്പീനിയനുകളും നിർദ്ദേശങ്ങളും ഒക്കെ ക്രോഡീകരിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് കീഴിലുള്ള ടൗൺ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് സ്വീകരിക്കുന്നത്. അന്ന് കൊച്ചി സിറ്റി സ്ട്രക്ചർ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ അന്ന് ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി ആയിരുന്നു അന്ന് ഈ സ്ട്രക്ചർ പ്ലാൻ. അന്ന് എറണാകുളം GCയുടെ കീഴിൽ വരുന്ന പഞ്ചായത്തുകളും നഗരസഭകൾക്കും വേണ്ടി അന്ന് ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ് അന്ന് പ്ലാൻ. 89 രൂപീകരിച്ച പ്ലാൻ പ്രകാരം 91 ആ പ്ലാൻ ഗവൺമെൻറ് തത്വത്തിൽ അംഗീകരിച്ചു, ഉത്തരവിറങ്ങി. പക്ഷേ അന്ന് പിന്നീട് വന്ന ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി ശ്രീ ജോസഫ് തോമസ് GCയുടെ ചെയർമാനായിരുന്നപ്പോൾ ഈ സ്ട്രക്ചർ പ്ലാനിനകത്ത് ഒരു മാറ്റം വരുത്തണമെന്ന് അന്നത്തെ MLA-മാരായ ശ്രീ K മുഹമ്മദ് അലി, ശ്രീ K ബാബു, ശ്രീ MJ സക്കറിയ സേട്ട്, അതുപോലെ ശ്രീ ജോർജ് ഇടൻ തുടങ്ങിയ MLA-മാർ തങ്ങളുടെ പ്രദേശങ്ങളിൽ വന്നിരിക്കുന്ന ഭൂവിനിയോഗത്തിൽ ഒരുപാട് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഭൂരിപക്ഷം പ്രദേശങ്ങളും ഗ്രീൻ സോണിലാണെന്ന് പറഞ്ഞൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അങ്ങനെ ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി അതൊരു വ്യതിയാനം വരുത്തി സർക്കാരിലേക്ക് അയച്ചു. പക്ഷേ സർക്കാരിലേക്ക് അയച്ചെങ്കിലും സർക്കാർ ടൗൺ പ്ലാനിംഗ് നിയമം ആക്ട് പ്രകാരമുള്ള ഒരു ഉത്തരവ് ആവാത്തതുകൊണ്ട് നിലവിലിറക്കിയ ഉത്തരവ് തന്നെയാണ് ബാധകമാകുക. ഞാൻ പറഞ്ഞുകൊണ്ട് ക്ലിയറായല്ലോ. അപ്പോൾ ഗവൺമെൻറ് അങ്ങനെ ഇരിക്കുമ്പോഴേ 1995 പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ല് നടപ്പായതിനു ശേഷം അന്ന് വരെ നഗരസഭകളിലെ ബിൽഡിംഗ് പ്ലാനുകൾ പാസ്സാക്കിയിരിക്കുന്നത് ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയിലെ ഒരാളും ടൗൺ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരാളും മുനിസിപ്പൽ എഞ്ചിനീയറും ഇരുന്ന് 3 പേര് ഇരുന്ന് കൊണ്ടുള്ള ഒരു പദ്ധതിയാണ്. അവരാണ് സ്കീമാൻ നോക്കിക്കൊണ്ടാണ് മുനിസിപ്പാലിറ്റികളിൽ പ്ലാനുകൾ അനുവദിച്ചത്. ഈ 95 അധികാര കൈമാറ്റത്തിന് ശേഷം എറണാകുളം ടൗൺ ഹാളിൽ കൂടിയാണ് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീമാൻ AK ആന്റണിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇനി മന്ത്രിസഭയ്ക്ക് അതാത് മുനിസിപ്പാലിറ്റികളാണ് പ്ലാനുകളും മറ്റും നോക്കേണ്ടത് അടിസ്ഥാനത്തിൽ നഗരസഭകൾക്കാണ് അതിന് അധികാരം. പക്ഷേ നേരത്തെ പഞ്ചായത്തുകളായിരുന്ന മുനിസിപ്പാലിറ്റിക്ക് മാത്രമേ വിഷയമുള്ളതാണ് പ്ലാനുകൾ. അങ്ങനെ നമ്മൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ GCDAയിൽ രണ്ടാമത് വ്യതിയാനം ചെയ്ത പ്ലാനുകൾ കൊടുക്കും. സർക്കാർ അംഗീകരിച്ച പ്ലാൻ 91 പ്ലാനായിരുന്നു. അപ്പോൾ സർക്കാർ അംഗീകരിച്ച പ്ലാനും വ്യതിയാനം ചെയ്ത പ്ലാനും 2 വ്യത്യാസമുണ്ട്. സർക്കാർ അംഗീകരിച്ച പ്ലാനിൻ്റെ അകത്ത് ഓരോ ഭൂമിയുടെയും സർവേ നമ്പറുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സർവേയുടെ ഇത് രണ്ടാമത് ഗവൺമെൻറ് ഒരു പദ്ധതിക്ക് മാറ്റം വരുത്തണമെങ്കിൽ ആ ഗവൺമെൻറ് ഔദ്യോഗികമായ ഗവൺമെൻറ് വിജ്ഞാപനം ചെയ്യണം. വിജ്ഞാപനം ചെയ്യാത്ത ആ അപേക്ഷകളായിരുന്നു കളമശ്ശേരി മുനിസിപ്പാലിറ്റി. അങ്ങനെ 2016 കളമശ്ശേരി ലൂയിസ് ഗാർഡൻ 10ാം മീൽസ് സുന്ദരഗിരിയുമായി ബന്ധപ്പെട്ട് ഒരു ഫ്ലാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു പൊതുപ്രവർത്തകൻ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് എറണാകുളം SCPന്ന് പറഞ്ഞത് കളമശ്ശേരി നഗരസഭ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്ലാനുകൾ തെറ്റാണെന്നും നിലവിൽ ഗവൺമെൻറ് അംഗീകരിച്ച 91 സ്ട്രക്ചർ പ്ലാൻ പ്രകാരമല്ല എന്ന് കണ്ട അടിസ്ഥാനത്തിൽ അങ്ങനെ ഒട്ടേറെ കേസുകൾക്കും വിവാദങ്ങൾക്കും ഇടയായി. കാരണം നഗരസഭ അന്ന് ഉദ്യോഗസ്ഥന്മാർ കൊടുത്തിരുന്ന പ്ലാനുകളെല്ലാം തെറ്റാണെന്നും അത് നിയമവിരുദ്ധമാണെന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ വന്നപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള LSTയുടെ കീഴിലുള്ള ചീഫ് എഞ്ചിനീയർ കളമശ്ശേരി നഗരസഭ പരിശോധിച്ച് പറഞ്ഞു നിങ്ങൾ കൊടുക്കുന്ന പ്ലാനുകൾ നിർത്തിവെക്കണം. നിങ്ങൾ ഇനി കൊടുക്കേണ്ടത് 91 ഗവൺമെൻറ് അംഗീകരിച്ച സ്ട്രക്ചർ പ്ലാൻ പ്രകാരം കൊടുക്കാൻ പറ്റുമ്പോൾ സ്വാഭാവികമായും പെർമിറ്റ് കിട്ടിയവരും പെർമിറ്റ് കിട്ടാത്തവരും നമുക്ക് തർക്കം വന്നു ഇതൊന്നും ഉണ്ടാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിൽ കൊച്ചിൻ കോർപ്പറേഷൻ്റെ ടൗൺ പ്ലാനിംഗ് സ്കീം നടപ്പിലാക്കി പൂർത്തീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതോടെ തന്നെ നമ്മുടെ കഴിഞ്ഞ കൗൺസിൽ 2020-25 കൗൺസിൽ ഇതിൽ വ്യതിയാനം എത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയ പാസ്സാക്കി ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് അന്ന് നമ്മൾ കൊടുത്ത അപേക്ഷ നമ്മളൊക്കെ പറഞ്ഞിരുന്നത് നിലവിൽ പുതിയ ടൗൺ പ്ലാനിംഗ് സ്കീം വരുന്നത് വരെ ഒരു പുതിയ സർക്കാർ ടീം ഒരു പ്ലാൻ പുതിയ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എറണാകുളം ജില്ലയിൽ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുന്നത് ഏറ്റവും അധികം അവസാനമായി മാസ്റ്റർ പ്ലാൻ പെരുമ്പാവൂർ നഗരസഭയാണ്.
ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ പറഞ്ഞ 3-4 വർഷക്കാലത്തെ പ്രയത്നം വെറുതെ അപേക്ഷ ചെയ്ത് കൊടുത്ത് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ അഗ്രികൾച്ചറായിട്ടല്ല. ഇപ്പം ഇപ്പോൾ ഉദാഹരണം ഈ വരാപ്പുഴ അതിരൂപതയിലുള്ള സ്ഥലങ്ങൾ അത് അഗ്രികൾച്ചറാണോ? റബ്ബർ എസ്റ്റേറ്റ് പച്ചപ്പ് കണ്ടപ്പോഴെല്ലാം പച്ചയിലെല്ലാം അഗ്രികൾച്ചറാണ്. അതുപോലെ തന്നെ ഈ 10ാം വയസ്സ് പള്ളിയുടെ അപ്പുറത്തുള്ള മഞ്ഞമ്മൽ കർമ്മിൻ്റെ സ്ഥലമൊക്കെ ഈ പറയുന്ന അഗ്രികൾച്ചർ. നമ്മുടെ ആളുകളിലും ജനപ്രതിനിധികളിലും അഗ്രികൾച്ചർ പാടമാണ്. പാടം വേറെ, പാഡി ലാൻഡ് ആക്ട് വേറെ. പാഡി ലാൻഡ് ആക്ട് എന്ന് പറഞ്ഞാൽ കേരള ലാൻഡ് കൺസർവേഷൻ ആക്ട് അനുസരിച്ചുള്ള എന്ന റെഗുലേഷൻസ് എന്താണ്, FIR എന്താണ്, APR എന്താണ്, വൈഡനിങ് എന്താണ്, സെറ്റ്ബാക്ക് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയാൻ കഴിയും. അത് വളരെ ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ITI ഡിപ്ലോമ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ബിടെക് എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് മാത്രമേ ഇതിനെക്കുറിച്ചുള്ള ഇവരെല്ലാം ഈ തരത്തിൽ ആളുകൾ പഠിച്ച് സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായി ഗവൺമെൻറ് സർവീസ് പഠിക്കുന്നുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ